വചനം 211. സൽ, ചോദിക്കുക. ബനി ഇസ്രായീല, ഇസ്രായേൽ സന്തതികളോട്. കം, എത്രയധികം. ആതൈനാഹും, അവർക്ക് നാം നൽകിയിരിക്കുന്നു. മിൻ ആയത്തിൻ, ദൃഷ്ടാന്തമായിട്ട്. ബയ്യിനത്തിൻ, വ്യക്തമായ, തെളിവായ. വമയുബദ്ദിൽ, ആരെങ്കിലും പകരമാക്കിയാൽ, മാറ്റിമറിച്ചെങ്കിൽ. നിഅ്മത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ. മിൻ ബഅദി, ശേഷമായി. മാ ജാഅത്ഹു, അതവന്നു വന്നതിന്. ഫഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അല്ലാഹു. ഷദീദു, കഠിനമായവനാണ്. അൽ ഇഖാബ്, ശിക്ഷാ നടപടി. سل بني إسرائيل كم آتيناهم من آية بينة ومن يبدل نعمة الله من بعد ما جاءته فإن الله شديد العقاب. നബിയെ, ഇസ്രായേൽ സന്തതികളോട് നീ ചോദിച്ചു നോക്കുക, വ്യക്തമായ എത്ര ദൃഷ്ടാന്തമാണ് നാം അവർക്ക് നൽകിയിരിക്കുന്നത്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം തനിക്ക് വന്നതിനു ശേഷം അതിനെ മാറ്റിമറിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു കഠിനമായി ശിക്ഷാ നടപടി എടുക്കുന്നവനാകുന്നു. വചനം 212. സുയ്യിന, ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു, അലങ്കാരമാക്കപ്പെട്ടു. ലില്ലദീന, യാതൊരുവർക്ക്. കഫറു, അവർ അവിശ്വസിച്ചു. അൽ ഹയാത്തുദ്ദുന്യ, ഐഹിക ജീവിതം. വയസ്ഖറൂന, അവർ പരിഹസിക്കുകയും ചെയ്യും. മിനല്ലദീന ആമനു, വിശ്വസിച്ചവരെ. വല്ലദീനത്തഖൗ, സൂക്ഷ്മത പാലിച്ചവരാകട്ടെ. ഫൗഖഹും, അവരുടെ മീതെയായിരിക്കും. യൗമൽ ഖിയാമത്തി, ഖിയാമത്തു നാളിൽ. വല്ലാഹു യർസുഖു, അല്ലാഹു നൽകും. മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ബിഗൈരി ഹിസാബ്, കണക്കില്ലാതെ. زين للذين كفروا الحياة الدنيا ويسخرون من الذين آمنوا والذين اتقوا فوقهم يوم القيامة والله يرزق من يشاء بغير حساب. അവിശ്വസിച്ചിട്ടുള്ളവർക്ക് ഐഹിക ജീവിതം ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു. വിശ്വസിച്ചവരെപ്പറ്റി അവർ പരിഹസിക്കുകയും ചെയ്യുന്നതാണ്. സൂക്ഷ്മത പാലിച്ചവരാകട്ടെ ഖിയാമത്തു നാളിൽ അവരുടെ മീതെയുമായിരിക്കും. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുകയും ചെയ്യും. 211, 212 എന്നീ വചനങ്ങളുടെ വിശദീകരണം. ഇസ്രായേലർക്ക് സുവ്യക്തങ്ങളായ എത്രയോ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലാഹു അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അവയ്ക്ക് നന്ദി കാണിക്കുന്നതിന് പകരം അവർ നന്ദികേട് കാണിക്കുകയാണ് ചെയ്തത്. അതിന് തക്കതായ കഠിന ശിക്ഷ അല്ലാഹു നൽകാതിരിക്കുകയില്ല. അതുപോലെ സത്യവിശ്വാസികൾ ആയിത്തീരരുത് എന്നത്രേ ആദ്യത്തെ വചനത്തിൻ്റെ താൽപ്പര്യം. സത്യനിഷേധികൾ സത്യവിശ്വാസം സ്വീകരിക്കാതിരിക്കുവാൻ കാരണം അവർ ഐഹിക ജീവിതത്തിൻ്റെ മോടിയിൽ വഞ്ചിതരായതാണ്. അവരുടെ ഏകലക്ഷ്യം ഐഹിക സുഖസൗകര്യങ്ങളായിരിക്കും. അതുകൊണ്ട് സത്യവിശ്വാസികൾ സ്വാഭാവികമായും സുഖസൗകര്യങ്ങളിൽ അവരുടെ താഴേക്കിടയിലായി കാണുന്നതിനെയും സത്യത്തിൻ്റെ മാർഗത്തിൽ അവർ പരമാവധി പരിശ്രമിക്കുകയും ചെലവഴിക്കുകയും ചെയ്യുന്നതിനെയും സംബന്ധിച്ച് അവർ പരിഹസിച്ചുകൊണ്ടിരിക്കും. അത് വിലവെക്കരുത്. ഇഹത്തിലെ സ്ഥിതി എന്തായിരുന്നാലും ശരി, സത്യവിശ്വാസം സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തവരായിരിക്കും ഖിയാമത്ത് നാളിൽ അവരെക്കാൾ മീതേക്കിടയിലുള്ളവർ. അതിനും പുറമെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും എന്നൊക്കെയാണ് രണ്ടാമത്തെ വചനത്തിൻ്റെ സാരം.